ചെന്നൈ നഗരത്തോട് ചേർന്ന് വളർന്നു പടരുന്ന ഒരു കുഞ്ഞു കാട്, ഒരു മിയാവാക്കി വനം, മലയാളികളായ കുറച്ചുപേർ ചേർന്ന് നട്ടുപിടിപ്പിച്ച ഈ പച്ചപ്പിൻ്റെ കാഴ്ചകളിലേക്കും വിശേഷങ്ങളിലേക്കും. ആറ് സെൻറ്റ് സ്ഥലത്ത് നമ്മളൊരു മിയാവാക്കി സിസ്റ്റത്തിലൊരു കാട് ഓക്സിജൻ ക്ലബ്ബ് എന്ന് ഞങ്ങൾ പറയും ഉണ്ടാക്കി എടുത്തത്. ഈ ഒരു കൊല്ലത്തെ വളർച്ചയാണ് നിങ്ങൾ ഈ കാണുന്ന ചെടികൾ. ഈ ഒരു കൊല്ലത്തെ വളർച്ച, അതായത് ഒരു ചെടി വെച്ചാൽ ആക്ച്വലി 3 കൊല്ലം കൊണ്ടാണ് ഇത്രയും ഹൈറ്റ് വരാറ്. പക്ഷേ ഇപ്പോൾ ഇത് ഒരു കൊല്ലം കൊണ്ട് ഇത്രയും ഹൈറ്റ് വന്നിട്ടുണ്ട്. നമ്മളുടെ റെയിൽവേയുടെ ശരിയായ ഒരു സപ്പോർട്ടുണ്ടായിരുന്നു. അതുപോലെ ഹരിതം ടീം പ്രവർത്തകരെല്ലാവരും ഉണ്ടായിരുന്നു. ഒരു 4 അടിയോളം ആഴത്തിൽ മുഴുവനായിട്ടുള്ള ഈ ഏരിയ മുഴുവൻ 2500 സ്ക്വയർ ഫീറ്റും വലിയ കുഴിയെടുത്ത് ആ മണ്ണ് നീക്കം ചെയ്ത് മേൽമണ്ണൊക്കെ നീക്കം ചെയ്തിട്ട് അതിനുശേഷം ഈ കിട്ടാവുന്ന ഏരിയയിൽ നിന്നുള്ള വേസ്റ്റ്, ഈ ഉണങ്ങിയ ഇലയും കരിമ്പിൻ്റെത് അങ്ങനെയുള്ള എല്ലാ വേസ്റ്റ് സാധനങ്ങളും ഈ മണ്ണിലേക്ക് അലിഞ്ഞു ചേരുന്ന എല്ലാ വേസ്റ്റ് സാധനങ്ങളും കൊണ്ടുവന്ന് പരമാവധി നിറയ്ക്കും. പിന്നെ ഒരു ലെയർ കുറച്ച് മണ്ണിട്ട് വീണ്ടും കുറേ ഇതേപോലെയുള്ള വളമായി ചെടിക്ക് ഭാവിയിലേക്ക് വളമായി മാറാൻ സാധ്യതയുള്ള എല്ലാ സാധനങ്ങളും കൊണ്ട് ഇതിൽ നിറച്ചിട്ട് പിന്നെ ഈ ഒരു 3 അടി ഗ്യാപ്പിൽ മരത്തൈകൾ നടുന്ന ഒരു രീതിയാണിത്. ഏകദേശം ഒരു 300ഓളം ചെടികൾ ഇതിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ ഒരു 2 ചെടികൾ 3 അടി ഗ്യാപ്പിൽ വരുമ്പോൾ ഒരു സാധാരണ ഒരു 3-4 വർഷം നിൽക്കുന്ന ഏതെങ്കിലും ചെടികൾ നട്ട് വളർത്തുന്ന ഒരു രീതിയാണിത്. കാലപ്പഴക്കത്തിൽ ആ ചെടികൾ ആയുസെത്തി അത് തീരുമ്പോഴത്തേക്ക് ഇത് വലിയ മരങ്ങളായിട്ട് നിൽക്കുന്നുണ്ടാവും. പലപ്പോഴും നമ്മളിൽ പലരും ജൂൺ 5-നൊക്കെ വൃക്ഷത്തൈ കുഴിച്ചിട്ട ശേഷം പിന്നീട് ആ വഴിക്ക് തിരിഞ്ഞു നോക്കാതിരിക്കുകയാണ് പതിവ്. അങ്ങനെയുള്ളവർക്കും നാട്ടിലും വീട്ടിലുമെല്ലാം വൃക്ഷത്തൈകൾ വെച്ചുപിടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും മുന്നിലെ നല്ലൊരു മാതൃകയാണ് നമ്മളിപ്പോൾ കണ്ടത്. ചെന്നൈയിൽ നിന്ന് നല്ല മുരുകനൊപ്പം അനൂപ് ദാസ്, മാതൃഭൂമി.